ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോണിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അവർ നമുക്ക് 1,00,000 വരെയുള്ള ലോൺ എമൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരത് പേ ലെറ്റർ എന്ന് പറയുന്ന സെക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മാത്രമല്ല EMI കാർഡുകളിലെയും അതുപോലെ ഫ്ലിപ്കാർട്ട് പേ ലെറ്ററുകളിലെയും ആമസോൺ പേ ലെറ്ററിലൊക്കെ ലിമിറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കുന്ന മെത്തേഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ പേ ലെറ്റർ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ ലിമിറ്റ് എടുക്കാം, അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ സാലറി ബേസുള്ള ലോണൊക്കെ നോക്കി കിടക്കുന്നവരാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ആമസോൺ ഓപ്പൺ ചെയ്ത് അതിൽ സെർച്ച് ബാറിൽ നമ്മൾ ആമസോൺ പേ ലെറ്റർ എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം അത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പേ ലെറ്റർ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേ ലെറ്ററിൽ ലിമിറ്റ് അവിടെ കാണിക്കും. ഓൾറെഡി എനിക്കുള്ള കാരണം അവിടെ എൻ്റെ ടോട്ടൽ അപ്രൂവ്ഡ് ലിമിറ്റും അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ക്രീനായിരിക്കും കാണിക്കുക. അതിനെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടൈം അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർവൈസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതിൽ സൈൻ അപ്പ് 16 സെക്കൻഡ്സ് വേണ്ട സെക്ഷനിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്ന ഒരു സെക്ഷനാണ്. അത് അടിച്ച് കൊടുത്തതിന് ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ അടിക്കുക. അതിനുശേഷം അവർ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യേണ്ട ഒരു സെക്ഷനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ ആധാർ കാർഡിൻ്റെ വെരിഫിക്കേഷനാണ്, KYC വെരിഫിക്കേഷൻ. അത് വെരിഫൈ ചെയ്യാൻ പ്രൊസീഡ് അടിക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ലിമിറ്റ് അവിടെ കാണിക്കും. അതായത് ഇപ്പോൾ 7,500 അവിടെ അപ്രൂവ് ആയിട്ടുള്ള ലിമിറ്റായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഒരു OTP അടിച്ചിട്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ അടിക്കുക. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പ് ചെയ്യേണ്ട സെക്ഷനാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ലിമിറ്റ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റുകൾ EMIക്ക് വാങ്ങാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ വാങ്ങി കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാനോ നമുക്ക് പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലെൻഡേഴ്സിൽ ആക്സിയോ വരുന്നുണ്ട്, അതുപോലെ കരൂർ, YCA ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഇവരുടെ റീപേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജനുവരി 1 തൊട്ട് 30 വരെ യൂസ് ചെയ്ത എമൗണ്ടിൻ്റെ ബില്ല് ഫെബ്രുവരി 1 വരും. അത് ഫെബ്രുവരി 5 ഉള്ളിൽ അടയ്ക്കാനുള്ള ടൈമാണ് നമുക്ക് കിട്ടുന്നത്. ഓട്ടോ ഡെബിറ്റാണ് വരിക. 5 ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ മാനുവലായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം മുന്നേ തന്നെ അടയ്ക്കുക. ഇപ്പോൾ ആമസോണൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പേ ലെറ്റർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചില ടൈമിൽ ആമസോൺ ഇതിൽ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.